ഞങ്ങളിപ്പോൾ അവരുടെ പ്രയാസത്തിൽ അനുഭവിക്കുന്നവരെ നേരിട്ട് കാണാൻ സാധിച്ചു. 2 ക്യാമ്പുകളിലായിട്ട് കൽപ്പറ്റയിലുള്ള 2 ക്യാമ്പുകൾ സന്ദർശിച്ചു അവിടെയുള്ള ആളുകളെ കാണാനും അവരുടെ ആ ദുരിതം എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കുവാനും സാധിച്ചു. വീടുകൾ നഷ്ടപ്പെട്ടവരും കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടവരും ഉറ്റവരും ഉടയവരെ എല്ലാം നഷ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് അനേകം ആളുകളുണ്ട്. അവരെല്ലാം കാണാനുള്ള അവസരമുണ്ടായി. അവരുടെ കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും തുടർന്നും സഭ സഹായിക്കുന്നതാണെന്ന് പറഞ്ഞു. തൽക്കാലം 50 വീടുകൾ അവർക്ക് വേണ്ടി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ 50 വീടുകൾ ഗവൺമെന്റുമായി സഹകരിച്ചാണ്. ഗവൺമെന്റ് പറയുന്ന സ്ഥലത്ത് നമ്മൾ 50 വീടുകൾ വെച്ച് കൊടുക്കും. ഗവൺമെന്റും അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഒരു മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഒരു പ്രദേശം എടുത്തിട്ട് അവിടെ എല്ലാവർക്കും വേണ്ടി ഒരേ തരത്തിലുള്ള വീടുകൾ എല്ലാം സുരക്ഷിതയോടുകൂടെ ചെയ്യാനാണ്. അതിൽ ആ വോളണ്ടിയേഴ്സ് ആയിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും 10 വീടും 20 വീടും 50 വീടൊക്കെ കൊടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അതിനുള്ള സൗകര്യം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ 50 വീട് കൊടുക്കുന്നതിന്റെ ആ ഒരു എഗ്രിമെന്റ് ഇപ്പോൾ മന്ത്രിക്ക് കൈമാറി. പിന്നെ ചീഫ് മിനിസ്റ്റർക്കുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ ഓഫർ നിശ്ചയമായിട്ടും സർക്കാർ ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്യുന്നു. ഇതുവരെ അതല്ല ഭംഗിയായിട്ട് ചെയ്തു. ഇനിയും അത് തുടർന്ന് ചെയ്യും. ഞങ്ങളുടെ സഹകരണം തുടർന്നും ഉണ്ടാവും എന്നുള്ളതിനകത്ത് സംശയമില്ല.